ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച പല്ലിയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ്. ലോകത്ത് മുസ്ലിം ലോകത്ത് തർക്കമില്ല, ശാസ്ത്രത്തിന് ഇപ്പോൾ തർക്കമില്ല. ആ ഹദീസിനെ സംബന്ധിച്ച് വളരെ പരിഹാസ രൂപത്തിൽ ഇറക്കിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ നിങ്ങൾ കണ്ടോളി. പല്ലിനെ നമ്മൾ ഒരൊറ്റയടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പല്ലിയുടെ കാര്യപരമോ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യപരമെല്ലാം ചെയ്യില്ലേ? എൻ്റെ ബഹുമാനരായ മർക്കസ് ദാവക്കാർ ശരിക്കും ചിന്തിച്ചോളി. നിങ്ങളിപ്പോൾ ആരെ പരിഹസിച്ചത്? നിങ്ങളിപ്പോൾ ആരെയാണ് പരിഹസിച്ചത്? ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹസിഊൻ എന്ന് കപടവിശ്വാസികളെ കുറിച്ച് അല്ലാഹു ചോദിച്ചിട്ടില്ലേ ഖുർആനിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ആ സഹാബത്തിനെ സംബന്ധിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞപ്പോൾ ചില കപടവിശ്വാസികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കുറിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ തീറ്റ കൊതിയന്മാരാണ്, പേടിത്തൊണ്ടന്മാരാണെന്ന് അഭിപ്രായം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പരാതിയെത്തി. കപടവിശ്വാസികളെ വിളിപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ ആയത്തിറക്കി. ഖുൽ നബിയെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹസിഊൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അവൻ്റെ ആയത്തുകളെയുമാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കുന്നു. എൻ്റെ ബഹുമാന്യരായ മർക്കസ് ദാവയുടെ സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങൾ ഞങ്ങളെ കാട്ടുകള്ളന്മാരെ വിളിച്ചാൽ ഞങ്ങളൊന്നും വിളിക്കണില്ല. നിങ്ങൾ ഞങ്ങളുടെ പൊന്നു സഹോദരന്മാരാണ്. ഈ വിശ്വാസവുമായിക്കൊണ്ട് നിങ്ങൾ പടച്ചറബിൻ്റെ മുമ്പിലേക്ക് എത്തിയാൽ ഒരിക്കലും രക്ഷപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭൂമുഖത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുമോ? നിങ്ങൾ ആരെയാണ് ഈ ഡോക്യുമെന്ററിയുടെ പരിഹസിച്ചത്? നിങ്ങൾ ഡോക്ടർ സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളാണ് അദ്ദേഹത്തിന് ആദ്യം ഇവിടെ ഈ ജിന്നി വിഷയം അവതരിപ്പിക്കാൻ സദസ്സ് കൊടുത്തത് അല്ലേ? എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് മാറ്റി ഡോക്ടർ സുഹൈർ എന്നാക്കി അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ആളെ കൊണ്ട് അഭിനയിപ്പിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിനെയാണ് നിങ്ങൾ പരിഹസിച്ചിട്ടുള്ളത്.